ശ്രീ സജീവ് കുമാർ, നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ സജീവ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീവ് കുമാർ, ഇപ്പോൾ രണ്ട് ഭാഗമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ഉന്നതതല ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട്, ഔദ്യോഗികമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം അടുത്ത ദിവസം തന്നെ പ്രതീക്ഷിക്കാം എന്ന നിലയിലായിരുന്നു ആ പ്രതികരണങ്ങൾ വന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് സ്ഥിരീകരിക്കുന്നില്ല. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആക്ഷൻ കമ്മിറ്റി എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഇടപെടലുകളെ കാണുന്നത്? തീർച്ചയായും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗികമായിട്ട് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസും അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, നയതന്ത്ര ബന്ധം വേണ്ടത്ര ഇല്ലാത്ത ഒരു ഭൂപ്രദേശമാണ്. അതിന്റെ പരിമിതി കേന്ദ്ര സർക്കാരിനുണ്ട്. അവര് അതിൻ്റെതായ രീതിയിൽ അല്ലാത്ത രീതിയിലൊക്കെ തന്നെ അവിടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഇറാൻ വഴിയൊക്കെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. നയതന്ത്രപരമായ ചർച്ചകൾ കൂടി ഫലവത്തായാൽ മാത്രമേ മോചനം പൂർണ്ണമായി സാധ്യമാവുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ അവിടെ കുടുംബത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ, അവിടെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള സൂഫി പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ ഒക്കെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ കൂടി ഉണ്ടായാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അത്തരത്തിലുള്ള ഇടപെടലുകളും ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് വിവരങ്ങളൊന്നും ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ കുറെ കാര്യങ്ങൾ, ഇന്നർ കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിനും ചെറിയ പരിമിതികളുണ്ട്. ശരി, ഏതായാലും ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങ് ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ? അക്കാര്യത്തിൽ കുടുംബത്തിന്റെ നിലപാട് അത് വളരെ പോസിറ്റീവാണോ? ആണ് തരത്തിൽ വരുന്ന വാർത്തകൾക്കൊക്കെ ഇനിയും സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട പ്രതികരണം നമ്മൾ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഈ ദിവസം പ്രതീക്ഷിക്കുന്നത്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.